ഇന്നിപ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. കാരണം ഇന്നത്തോടു കൂടി മോളുടെ സ്കൂളിലെ എക്സാം അങ്ങ് കഴിയാണ്. ഈ നോമ്പുറക്കാനുള്ള ഐറ്റംസ് ഉണ്ടാക്കലും എക്സാമും ഒക്കെ കൂടെ ആയിട്ട് ഭയങ്കര ചെക്കപ്പൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെ പഠിപ്പിച്ച് കഴിയാൻ നേരത്താണ് നമ്മുടെ കപ്പ വണ്ടിക്കാരൻ വന്നത്. അപ്പോൾ ഓടിപ്പോയിട്ട് 1 കിലോ കപ്പ അങ്ങ് മേടിച്ചിട്ട് വന്നു. ഇന്നിപ്പോൾ എന്തുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ കപ്പ കിട്ടിയപ്പോൾ എന്തായാലും അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് മുറിക്കുന്നതിൻ്റെ ഇടയിൽ ഇസ് വന്നിട്ട് അവൾക്കുള്ള ആപ്പിളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇനി കപ്പയിലേക്ക് നമുക്ക് ബീഫൊന്നുമില്ല, ചിക്കനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതങ്ങ് കറി വെക്കാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ പുറത്ത് മഴ പെയ്യാനുള്ള മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ജ്യൂസ് അടിച്ചെടുത്തു. നമ്മളിവിടെ മഴ പെയ്താൽ കറണ്ട് പോകുമല്ലോ. അങ്ങനെ പിന്നെ അതും സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ ഇന്ന് സ്വീറ്റായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളൊരു സ്വീറ്റ് സമൂസയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ കപ്പയും കൂടെ ഒന്ന് വേവിച്ച് വറവിട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഞാൻ ഇന്ന് കുറച്ചൊരു കോളിഫ്ലവർ ഫ്രൈയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ സമൂസയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പുറത്ത് നല്ല മഴ പെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് അസറൊക്കെ നിസ്കരിച്ച് വന്നതിന് ശേഷമാണ് കുറച്ചൊരു നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കുഞ്ഞാക്കാനെ വിളിച്ച് പറഞ്ഞപ്പോൾ കപ്പയാണെന്ന് പറഞ്ഞപ്പോൾ ആൾ കുറച്ചൊരു നെയ്ച്ചോറും കൂടെ വെക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ പെട്ടെന്ന് നെയ്ച്ചോറും കൂടെ റെഡിയാക്കി. ഇനിയിപ്പോൾ നമ്മുടെ 2 സ്നാക്സും പെട്ടെന്ന് അങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ സെറ്റായി. അപ്പോൾ ഇത്ര